ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ശ്രീനഗർ, പുഞ്ച്, രജോരി മേഖലകളിലായി 26 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. ബിജെപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ശ്രീനഗറിലെത്തും. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാണ്. ജിഷ്ണു, പ്രധാന സേവകൻ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ശ്രീനഗറിൽ എത്തും. ഇത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ബിജെപി ക്യാമ്പുകളിൽ എത്രത്തോളം ആത്മവിശ്വാസവും ആവേശവും നൽകും? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. മികച്ച പോളിംഗ് 61% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രചാരണം ശക്തമാക്കുകയാണ്. കെ പി സൂചിപ്പിച്ചതുപോലെ ബിജെപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം കൂട്ടുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ശ്രീനഗറിലെത്തുകയാണ്. ശ്രീനഗറിൽ അദ്ദേഹം സംസാരിക്കുന്ന ഗ്രൗണ്ടിന് പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ ആളുകൾ ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രീനഗറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. കശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇന്ന് നടക്കുന്നത്. എന്തായിരിക്കും കശ്മീർ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വാക്കുകൾ, എന്തെല്ലാം പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തും, കശ്മീരിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, കശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രതികരണങ്ങൾ പ്രധാന സേവകന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ജമ്മു കശ്മീർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രാധാന്യപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പ്രചാരണം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തുനിന്നും നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തുനിന്നും PDP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രചാരണം നടക്കുന്നു. മുൻകാല ഈ പ്രചാരണ പ്രവർത്തനങ്ങളിലും ഒപ്പം വോട്ടെടുപ്പിലും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ജി ആജ് ये जो कश्मीर चुनाव सब कैसा चल रहा है? बिस्मिल्लाहिर्रहमानिर्रहीम। देखिए, सबसे पहले मैं कह रहा हूँ हम सब मुबारक के मुस्तहिक हैं, आप भी, मीडिया भी और सारे लोग, गवर्नमेंट कि लोग सबसे पहले जो है इलेक्शन जो हो रहा है, पार्टिसिपेशन हो रही है लोगों की. जो यहाँ पे वी कैन से देम सो कॉल्ड लीडर्स वेयर देयर बिफोर इन द पास्ट, वो लोगों को एक गलत झूठा ख्वाब दिखा रहे थे. वो ख्वाब, अल्लाह का शुक्र है कि वो ख्वाब टूट रहा है. यानी वो नींद से बेदार हो रहे हैं लोग. वी आर रियलिस्टिक नाउ, वी हैव टू बी रियलिस्टिक कि एक जमीनी लेवल पे एक अमन कायम हो रहा है. और इसकी अलामत यह है कि लोग बढ़ चढ़ के मतलब इलेक्शन में हम सब के लिए, इंडिया के लिए, लोगों के लिए, मीडिया के लिए, सबसे पहले कि साउथ कश्मीर में इलेक्शन हुआ, मतलब वोटिंग हुई, लोगों ने बढ़ चढ़ के हिस्सा लिया. सेंटर में होगा, भारत में होगा, तो ये सबसे बड़ी बात है हमारे लिए. और फिर मोदी जी यहाँ आ रहे हैं आज, तो मोदी जी आ रही है प्रचार के लिए. Yes, he will be coming, और we are very much happy for this because it is a honor to just host him here. आ रहे हैं, मतलब इनका यहाँ आना हमारे लिए बाइस फख्र है कि वज़ीर-ए-आज़म मतलब मामूली बात नहीं है, वो आ रहे हैं. इसका मतलब भी है कि फोकस है गवर्नमेंट का, सेंटर का यहाँ की तरफ, कि बहुत इनके सीने में भी दर्द है, दिल में दर्द है कि यहाँ हालात ठीक हों, लोग खुशहाली की तरफ बढ़े, मुल्क खुशहाली की तरफ बढ़े, स्टेट खुशहाली की तरफ, जो ड्यूटी था अब स्टेट बनने जा रहा है फिर से वापस. तो इसके लिए मेरे ख्याल में ये सबसे बड़ी, इससे बढ़कर खुशी की कोई बात नहीं है कि उनके दिल में इसका इनका यहाँ बार बार आना, इसका मतलब है दे आर जस्ट फोकसिंग ऑन JNK, कि वो भी चाहते हैं कि यहाँ अमन कायम हो, गवर्नमेंट यहाँ पे हो और लोगों के मसाइल सुने जाएँ, उनका हल निकले. ये सब. താങ്ക് യു സർ. കശ്മീരിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ്. വലിയ രീതിയിൽ സുരക്ഷയും സമാധാനവും ജമ്മു കശ്മീരിൽ ഉണ്ടാകുന്നു. സർക്കാരിന്റെ ശ്രദ്ധ കശ്മീരിലേക്ക് ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും സർക്കാരിന്റെ സർക്കാർ കശ്മീരിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ഒപ്പം സുരക്ഷയും സമാധാനവും കശ്മീരിൽ ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം 12 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തുന്നത്. ശ്രീനഗറിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാന സേവകൻ സംസാരിക്കും. കശ്മീരിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന നേട്ടങ്ങളൊപ്പം മാറ്റങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം, പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു
സംശയമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കശ്മീരിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ രാവിലെ മുതൽ തന്നെ ഏകദേശം ഒരു 10 മണി മുതൽ തന്നെ ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ കൂട്ടം ആളുകൾ, ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി എന്ന് പറയാതെ വയ്യ. മുൻപ് ജമ്മു കശ്മീരിലും ഉദ്ധംപൂരും അടക്കമുള്ള ജമ്മു സെക്ടറിൽ മാത്രമായിരുന്നു BJPയുടെ സ്വാധീന ശേഷിയും സാന്നിധ്യവുമെങ്കിൽ ഇന്ന് അതിനപ്പുറത്തേക്ക് കശ്മീർ മേഖലയിലും ദക്ഷിണ കശ്മീരിൽ ഉൾപ്പെടെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലും കശ്മീരിലും BJP സാന്നിധ്യം ശക്തമാക്കുന്നു. വലിയ രീതിയിൽ ആളുകളുടെ പിന്തുണ നേടിയെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും സാധിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോഴും BJPയുടെ കശ്മീരിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് അവർ വളരെ വ്യക്തമാക്കിയിരുന്നു. അധികാരം നേടുക എന്നതിനപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിൽ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് BJPയും കേന്ദ്ര സർക്കാരും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 370 ഇനി തിരിച്ചു കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് കശ്മീരിൽ അവസരം നൽകാനോ ഇനി സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് കടന്നു വരുന്നതിന് ഏറ്റവും വലിയ തെളിവുകൾ. വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഇന്നിപ്പോൾ ശ്രീനഗറിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലുണ്ട്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാണ്. വലിയ രീതിയിലുള്ള സുരക്ഷ ശ്രീനഗറിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ശ്രീനഗറിലേക്ക് എത്തും. KP. യെസ്, ജമ്മുകാശ്മീരിലെ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ശ്രീനഗറിൽ എത്തിച്ചേരും. ശ്രീനഗറിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.